അപ്പോൾ ഒരു 3000 വർഷം മുമ്പ് ഈ തമിഴകത്തിൽ, നമ്മൾ ഇരിക്കുന്ന തമിഴകത്തിൽ നിലനിന്ന ഒരു സമ്പ്രദായമാണ് കുട്ടി സമ്പ്രദായം. കുട്ടി സമ്പ്രദായം എന്ന് പറയുന്നത് ജാതിയോ മതമോ ഒന്നുമല്ല. ജാതിയും മതവും എന്തെന്നറിയാത്ത കുറേ മനുഷ്യർ തൊഴിലിൻ്റെ അടിസ്ഥാനത്തിൽ സംഘം ചേർന്ന് താമസിച്ചതാണ് കുടി സമ്പ്രദായം. കുടി ഏത് ദിവസം വേണമെങ്കിലും മാറാം. പരസ്പരം വിവാഹമുണ്ട്, പരസ്പരം ഭക്ഷണമുണ്ട്, എല്ലാ തരത്തിലും സ്നേഹമുണ്ട്, സൗഹാർദ്ദമുണ്ട്. അപ്പോൾ അവിടെ ഒരു പ്രത്യേകത, ഇന്നത്തെ അവസ്ഥയിൽ നിന്നും വ്യത്യസ്തമായ ഒരു പ്രത്യേകതയാണ് പറയുന്നത്. 3000 വർഷം മുമ്പുള്ള കാര്യമാണേ പറയുന്നത്. അന്ന് ഈ തമിഴകത്തിൽ എല്ലാവർക്കും വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു. നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? എല്ലാവർക്കും വിദ്യാഭ്യാസം, എല്ലാവർക്കും ഭൂമി ഉണ്ടായിരുന്നു, എല്ലാവർക്കും സമ്പാദ്യമുണ്ടായിരുന്നു, എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ടായിരുന്നു, ആണിനും പെണ്ണിനും വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു. അതാണ് അതിൻ്റെ പ്രത്യേകത, ആണിനും പെണ്ണിനും വിദ്യാഭ്യാസം. ഇന്ന് സ്ത്രീ സ്വാതന്ത്ര്യം, സ്ത്രീ സമത്വം, സ്ത്രീ വിദ്യാഭ്യാസം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ആധുനികന്മാർ വളരെ ഏറെ പ്രയാസപ്പെടുകയാണ്, സംഘം ചേരുകയാണ്. 3000 വർഷം മുമ്പ് സർവതന്ത്ര സ്വതന്ത്രരായി ജീവിച്ച നമ്മുടെ പൂർവികർ വിദ്യാഭ്യാസത്തിനാണ് ഒന്നാമത്തെ സ്ഥാനം കൽപ്പിച്ചത്. സ്ത്രീകള് അന്ന് രാജാക്കന്മാരെ ഉപദേശിക്കുന്നവരുണ്ടായിരുന്നു. അവരെ പറയുന്ന പുലവറുകൾ എന്നാണ്. അവര് നല്ല നയതന്ത്രജ്ഞരായിരുന്നു. ഒരു ചെറിയ കഥ പറയാം. ആദിയമ്മാൻ നെടുമാൻ ആഞ്ചി, ഇന്നത്തെ ധർമ്മപുരി, തമിഴ്നാട്ടിൽ ചെന്നാൽ ആദിയമ്മാൻ്റെ ഒരുപാട് കോളേജുകളുണ്ട്. ആദിയമ്മാൻ നെടുമാൻ ആഞ്ചി അദ്ദേഹം ഒരു കുറുമന്നനായിരുന്നു. കുറുമന്നനും മുടിമന്നനുമുണ്ട്. മുടിമന്നന്മാരാണ് ചേരൻ, ചോഴൻ, പാണ്ഡ്യൻ. അവർ ആ മുടി വെച്ച കിരീടത്തോടുകൂടി വലിയ രാജാക്കന്മാരാണ്. അതിന് താഴെയുള്ള കുറുമന്നന്മാരാണ് ഒരുപാട് പേരുണ്ടായിരുന്നു, വിവിധ കുടികളിൽപ്പെട്ടവർ. അതിൽ ആദിയമ്മാൻ നെടുമാനാഞ്ചി എന്ന കുടിമന്നൻ, ആ കുടിമന്നൻ അദ്ദേഹം വളരെ സംഗീതത്തിലും സാഹിത്യത്തിലും ഒക്കെ വളരെ പ്രോത്സാഹനം നൽകുന്ന വളരെ സഹൃദയനായ ഒരു കുടിമന്നനായിരുന്നു. അപ്പോൾ അവിടെ ഇങ്ങനെ സദസ്സ് ചേർന്നിരിക്കുകയായിരുന്നു. ആ സമയത്ത് ഒരു ദൂതൻ ഒരു ഓലയുമായിട്ട് ആദിയമ്മാൻ്റെ കൊട്ടാരത്തിലേക്ക് വന്നു. ആ ഓല കൊട്ടാരത്തിൽ വന്നിട്ട് ആദിയമ്മാൻ്റെ കയ്യിൽ കൊടുത്തു. ആദിയമ്മാൻ അത് വായിച്ചു തീർന്നപ്പോൾ മനസ്സിനൊരു വിഷമം. അദ്ദേഹത്തിൻ്റെ ഗുരുവായിട്ടുള്ള ഔവയാർ എന്ന് പറഞ്ഞാൽ പണ്ഡിത ശ്രേഷ്ഠയായിട്ടുള്ള മുത്തശ്ശി എന്ന അർത്ഥം. ഔവയാർ ഇത് കണ്ടു. ഔവയാർ ആദിയമ്മാനോട് ചോദിച്ചു, എന്താ മകനെ ദുഃഖിച്ചിരിക്കുന്നത്? കണ്ടോ, എന്താ മകനെ ദുഃഖിച്ചിരിക്കുന്നത്? മന്നൻ പുലവറിന് താഴെയാണ്, പണ്ഡിതന് താഴെയാണ് മന്നൻ. ഇന്നാണെങ്കിലോ വിദ്യാഭ്യാസമില്ലാത്ത ധാരാളം മന്ത്രിമാരുടെ താഴെയാണ് വിദ്യാഭ്യാസമുള്ള IAS വർക്ക് ചെയ്യുന്നത്. അന്നങ്ങനല്ല, നേരെ തിരിച്ചാണ്. പുലവറിന് താഴെയാണ് മന്നൻ. അപ്പോൾ ഓല ഔവയാറിൻ്റെ കയ്യിൽ കൊടുത്തു. ഔവയാർ അത് വായിച്ചു നോക്കി. ഔവയാറിന് കാര്യം മനസ്സിലായി. ഔവയാർ പറഞ്ഞു, മകനെ വിഷമിക്കണ്ട, ഞാൻ ഇതിന് പരിഹാരമുണ്ടാക്കാം. എന്താ സംഭവം? അടുത്ത നാട്ടിലെ കുറുമന്നൻ തൊണ്ടൈമാൻ ഒരു കത്തയച്ചിരിക്കുകയാണ്, ഒരു ഓല കൊടുത്തയച്ചിരിക്കുകയാണ്. യുദ്ധമാണ്, യുദ്ധം, ഇന്ന് നടക്കുന്ന സംഗതി. പക്ഷെ അന്ന് ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു. പറയും നേരത്തെ ഇന്ന സ്ഥലത്ത് വെച്ചാണ് യുദ്ധമെന്ന്. സാധാരണക്കാര്, പശുക്കള്, എന്നിട്ടുള്ള കുഞ്ഞുങ്ങള് എല്ലാവരും അവിടുന്ന് ഒഴിഞ്ഞു പോകണം. അങ്ങനെ ഒരു കാര്യമുണ്ടായിരുന്നു. അപ്പോൾ തൊണ്ടൈമാൻ, ഔവയാർ തൊണ്ടൈമാൻ്റെ രാജ്യത്തേക്ക് പുറപ്പെട്ടു. അപ്പോൾ തൊണ്ടൈമാൻ വളരെ ഇതുപോലെ നമ്മുടെ ഈ ക്ഷേത്ര പരിസരം അലങ്കരിച്ചിരിക്കുന്നത് പോലെ മനോഹരമായിട്ട് അലങ്കരിച്ചിരിക്കുകയാണ്. ആരാ വരുന്നത്? പണ്ഡിത ശ്രേഷ്ഠയായിട്ടുള്ള ഔവയാർ. അടുത്ത എല്ലാ രാജ്യത്തും പുലവര് ഒരുപോലെയാണ് ആരാധിക്കപ്പെട്ടിരുന്നത്. അങ്ങനെ ചെന്നു, തൊണ്ടൈമാൻ അടുത്ത് ചെന്നു. തൊണ്ടൈമാൻ വളരെ മനോഹരമായിട്ട് സ്വീകരിച്ചു. അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. തൊണ്ടൈമാൻ പറഞ്ഞു, അമ്മേ നമുക്കൊരു കാര്യം ചെയ്യാം, എൻ്റെ യുദ്ധസന്നാഹങ്ങളൊക്കെ ഒന്ന് കാണണ്ടേ? ആയിക്കോട്ടെ. അങ്ങനെ പോയി കണ്ടു. നല്ല ചെറുപ്പക്കാരായിട്ടുള്ള പടയാളികൾ
നല്ല മിന്നി തിളങ്ങുന്ന പുത്തൻ വാളുകൾ, നല്ല വേൽപ്പട, നല്ല കുന്തപ്പട, നല്ല ആനപ്പട, നല്ല കുതിരപ്പട, എല്ലാം ചെറുപ്പം, നല്ല ആരോഗ്യമുള്ളവര്. അവയാർ ഇതെല്ലാം കണ്ടിട്ട് തിരിച്ചു വന്ന് തൊണ്ടൈമാനുമായിട്ട് സംസാരിച്ചു. തൊണ്ടൈമാൻ ചോദിച്ചു, എങ്ങനെയുണ്ടമ്മേ എൻ്റെ ആ യുദ്ധസന്നാഹങ്ങൾ? മകനെ, ആദിയമ്മാനാണെങ്കിൽ യുദ്ധം ചെയ്ത് ഇപ്പോൾ യുദ്ധം ചെയ്യണമെന്ന് വലിയ താല്പര്യമില്ലാതിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പടയാളികളാണെന്നുണ്ടെങ്കിൽ യുദ്ധം ചെയ്ത് അവർക്കും ഇതിനോട് വലിയ താല്പര്യമില്ല. അവരുടെ വാളുകളാണെന്നുണ്ടെങ്കിൽ രക്തത്തിൽ പുരണ്ട് അതൊക്കെ തുരുമ്പിച്ചു തുടങ്ങിയിരിക്കുന്നു. ആനകളുടെ കാൽച്ചട്ടകൾ രക്തം കൊണ്ട് ദ്രവിച്ചു തുടങ്ങിയിരിക്കുന്നു. അങ്ങനെയൊക്കെയാണ് അവിടുത്തെ അവസ്ഥ. തൊണ്ടൈമാൻ അല്പനേരം ഒന്ന് ആലോചിച്ചു. ഔവയാറിൻ്റെ അടുത്ത് പറഞ്ഞു, അമ്മേ, യുദ്ധം ഇല്ല. എന്തായിരിക്കും കാരണം? എന്താ കാരണം? മറ്റേ ആള് യുദ്ധം ചെയ്ത് നല്ല പഴക്കമുള്ള ആളാ. ആദിയമ്മാൻ ഒരുപാട് യുദ്ധങ്ങൾ നയിച്ച ആളാ. ഇവിടെ പുതിയ പട അങ്ങനെ ഒരുങ്ങി നിൽക്കുന്നേ ഉള്ളൂ. കൊച്ചു പയ്യന്മാരൊക്കെ അങ്ങനെ യുദ്ധത്തിനായിട്ട് നിൽക്കുക. അവിടെ നല്ല തഴമ്പിച്ച പടയാളികളാണ് കിടക്കുന്നത്. അവർക്കറിയാം യുദ്ധമർമ്മം എന്താണെന്ന്. ഒരു നിമിഷം മതി, തൊണ്ടൈമാന്റെ പടയെല്ലാം ഒടുങ്ങിപ്പോവും. അതാണ് തൊണ്ടൈമാൻ. ബുദ്ധിമാനായ രാജാവാ, ഇന്നത്തെ പോലല്ല. അതാണ് യുദ്ധം വേണ്ടാന്ന് പറഞ്ഞത്. മനസ്സിലായില്ലേ? അങ്ങനെ എന്താ നിന്റെ ആവശ്യം തൊണ്ടൈമാൻ? അതായത് ഇവിടെ പട്ടിണിയാണ്, അതുകൊണ്ട് വെള്ളവും ഭക്ഷണവും ഒക്കെ വേണം, ജലം വേണം. അതിനെന്താ, ആദിയമ്മാനോട് പറയാമല്ലോ. അങ്ങനെ ഔവയാർ ആദിയമ്മാനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. തൊണ്ടൈമാന്റെ രാജ്യത്തേക്ക് ആദിയമ്മാൻ അങ്ങനെ കഴുതപ്പുറത്തും കുതിരപ്പുറത്തുമൊക്കെ ധാരാളം ഭക്ഷണവും അതുപോലെ അവിടുത്തെ അണക്കെട്ട് തുറന്നു വിടാനായിട്ട് ഉത്തരവിട്ടു. കണ്ടോ, ഒരു സ്ത്രീയാണ് ചെയ്തത്. ഒരു സ്ത്രീയായിട്ടുള്ള ഔവയാറാണ് പോയി ഒരു രാജ്യത്തെ യുദ്ധം വളരെ നൈസായിട്ട് ഒഴിവാക്കിയത്. ഇന്നാണെങ്കിലോ യുദ്ധം തന്നെ യുദ്ധം. ആളുകൾ കോടിക്കണക്കിന് മരിച്ചു വീഴണമെന്ന് ആഗ്രഹിക്കുക. നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കണം. 3000 വർഷം മുമ്പുള്ള മനുഷ്യരുടെ, ഈ തമിഴകത്തിൽ ജീവിച്ചിരുന്ന മനുഷ്യരുടെ മനസ്സും നമ്മുടെ മനസ്സും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് ആലോചിച്ച് നോക്കണം. ആ വിദ്യാഭ്യാസമുള്ള സ്ത്രീകളാണ് ഈ 15ഓളം പുലവരാണ്, പുലവികളാണ്. പുലവികൾ എന്ന് പറഞ്ഞാൽ പണ്ഡിത ശ്രേഷ്ഠർ എന്നാണ് എൻ്റെ അർത്ഥം. അപ്പോൾ അവരാണ് പുറനാനൂറിലുള്ളത്. പുറനാനൂർ എന്ന് പറഞ്ഞ വലിയൊരു ഗ്രന്ഥമുണ്ട് രാജ്യത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ആ ഗ്രന്ഥത്തിലെ 15 പുലവികൾ വിവിധ കുടികളിൽപ്പെട്ട, അതിൽ കുറവരുണ്ട്, വേടരുണ്ട്, പറയരുണ്ട്, ധാരാളം വാണിയന്മാരുണ്ട്, ധാരാളം പേരാണ്, ചേകോന്മാരുണ്ട്, ധാരാളം പേരാണ്. അങ്ങനെയുള്ള വിവിധ കുടികളിൽപ്പെട്ട ആൾക്കാരാണ് പുറനാനൂറിൽ പുലവരായിട്ടുള്ളത്. അപ്പോൾ സ്ത്രീ വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം എല്ലാവർക്കും മനസ്സിലായി കാണും. അന്നത്തെ സ്നേഹം നമുക്ക് മനസ്സിലായി. അങ്ങനെ സ്നേഹിച്ചും പരസ്പരം വിവാഹം ചെയ്തും മതമില്ലാത്തവരായി, ജാതിയില്ലാത്തവരായി ഒരു കൂട്ടം മനുഷ്യരും 3000 വർഷം മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നു. അവരുടെ ഏറ്റവും ഉയർന്ന പദവിയിലുള്ളവരാണ് അന്തണർ. അന്തണറിനെ കാണണമെങ്കിൽ നമ്മൾ കന്യാകുമാരിയിലോട്ട് പോയാൽ മതി. അവിടെ തിരുക്കുറൾ എഴുതിയ തിരുവള്ളുവർ അവിടെ നിൽപ്പുണ്ട്. അതാണ് അന്തണർ. മനസ്സിലായില്ലേ? നമ്മൾ ഉദ്ദേശിക്കുന്നത് ബ്രാഹ്മണരെയാണ് ഉദ്ദേശിക്കുന്നത്. വെളുത്ത ബ്രാഹ്മണരാണ് അന്തണർന്ന് ധരിച്ചു വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ഈ പഴയ കാല പുസ്തകങ്ങൾ വായിക്കാത്തതുകൊണ്ടുള്ളൊരു പ്രശ്നമാണ്. അപ്പോൾ അന്തണരുണ്ട്. അതിന് താഴെയാണ് മറയോറുകൾ. മറയോർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അധ്യാപകരാണ്. അറിവ് പറഞ്ഞു കൊടുക്കുന്നവർ. പിന്നീടാണ് വള്ളുവർ. വള്ളുവർ എന്ന് പറഞ്ഞാൽ നമ്മൾ വള്ളുവന്തറ ക്ഷേത്രത്തിലാണ് നിൽക്കുന്നത്. വള്ളുവർ പൂജാരികളാണ്. അന്നത്തെ പൂജാരികളുടെ പേരാണ് വള്ളുവർ. പിന്നീടാണ് പുലവർ. പുലവരുടെ താഴെ മന്നർ, പിന്നീട് കർഷകർ. അങ്ങനെയാണ് ഒരു ഘടന ഉണ്ടായിരുന്നത്. അങ്ങനെ മുടിമന്നന്മാരുടെ കീഴിൽ നമ്മൾ അങ്ങനെ സസന്തോഷം നമ്മൾ താമസിച്ചു. ഒരു പാട്ട് കേട്ടാലോ?